2 പതിറ്റാണ്ടായി പൂർത്തിയാകാതെ കിടക്കുന്ന ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ ജനകീയ സമരത്തിന് തുടക്കമായി. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതുവരെ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. 2004 നബാർഡ് ഫണ്ടിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതിയാണ് ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി യുഡിഎഫ് പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനകീയ മുന്നേറ്റം ആരംഭിച്ചത്. നിയോജകമണ്ഡലം ചെയർമാൻ ജോസിന്റെ നേതൃത്വത്തിൽ 5 പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്ത യോഗം ആറ്റപ്പള്ളി പാലത്തിൽ ചേർന്നു. രവീന്ദ്ര, കഴിഞ്ഞ 15-20 വർഷം കിട്ടിയിട്ട് ഈ ആറ്റപ്പള്ളി റെഗുലേറ്ററിന് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല. സത്യം അറിഞ്ഞാൽ ഈ ആറ്റപ്പള്ളി ഈ റെഗുലേറ്ററിൻ്റെ അടിയിൽ പോലും കോൺക്രീറ്റ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞില്ല, അതിന് നേതൃത്വം കൊടുക്കാൻ MLAക്ക് കഴിഞ്ഞില്ല, അത് കോൺട്രാക്ടർ ചെയ്തുമില്ല. അത്തരം ഒരു അവസ്ഥയിലാണ് ഇന്ന് UDF അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇവിടുത്തെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. പാർട്ടിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബാബു ഏട്ടനടക്കമുള്ള ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ള മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ ഉണ്ട്. എല്ലാവരുടെയും ശ്രമഫലമായി ആറ്റപ്പള്ളിയെ ഏറ്റവും നല്ല പ്രോജക്റ്റായി അംഗീകരിച്ചുകൊണ്ട് സർക്കാരിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടത്തി ഇതിനെ സഞ്ചാരയോഗ്യമാക്കുക, ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി സമർപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന KM ബാബുരാജ് സമരത്തിന് നേതൃത്വം വഹിച്ചു. UDF പുതുക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ ജോസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടെസി ഫ്രാൻസിസ്, മീന മദനൻ, ജോയ് നെല്ലിശ്ശേരി, രതി, ഭാഗ്യവതി ചന്ദ്രൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാൻഡോ നന്ദിപുലം, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റിൻഡോ ഞെരിഞ്ഞപ്പള്ളി എന്നിവരുൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു. ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് സമഗ്രമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജലസേചന വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിന് സമർപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതുവരെ UDFിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ തുടരുമെന്നും പ്രഖ്യാപിച്ചു. 2004 നബാർഡ് ഫണ്ടിൽ ഭരണാനുമതി ലഭിച്ച പദ്ധതിയാണ് ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ്. അന്നത്തെ ജനപ്രതിനിധി KP വിശ്വനാഥന്റെ ശ്രമഫലമായാണ് പദ്ധതി അംഗീകാരം നേടിയത്. 2006 ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിച്ചെങ്കിലും 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പദ്ധതി പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ജനകീയ സമരത്തിന് തുടക്കമായത്. മീഡിയ ടൈം, വരന്തരപ്പള്ളി.